ഗൈസ് ഇപ്പം 4:30 സമയം. നമ്മൾ 4:15 റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ കാലോ വാട്ടർഫാൾസിൻ്റെ അപ്പർ സൈഡാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. ഓക്കെ, വണ്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ നല്ല കോടയാണ്, നല്ല കോടയാണ്. ഈ കോടയിൽ നടന്നുകൊണ്ട് ഒരു 2 മണിക്കൂറാണ് ഇതിൽ കാണിക്കണത്. ഇപ്പം 6:23 അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത് ഇതിൽ. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവാണ്. ആദ്യം കുറച്ച് മെയിൻ റോഡും കൂടി നടക്കണം, പിന്നെ നേരെ സൈഡിലേക്ക് പോയിട്ട് ഒരു ട്രെക്കിംഗ് ആണ്. എന്തായാലും ഇതിലുണ്ടോ ഇത്രയും ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മളെ റൂട്ട്. നമ്മളെന്തായാലും നടക്കാൻ പോവാണ്. വണ്ടിക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ വലിയ പേടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മൃഗങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പ്രശ്നം വരിക അല്ലേ? ഓക്കെ, വെളിച്ചം വെച്ചിട്ടോ. ഞങ്ങളവിടെ കണ്ട ടീമിനോട് ഒന്നും പറയാതെ ഓലപ്പം അവിടെ ഇങ്ങനെ നിന്നു കുറച്ചു നേരം. അപ്പൊ ഒരു വഴി കണ്ടപ്പോ ഒറ്റ പോക്കട പോന്നു, ഗൂഗിൾ മാപ്പ് ഓണാക്കിയാണ്. നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തോണ്ടാണ്, നമ്മൾ ഒന്നും പറയാൻ കൂടി നിൽക്കാതെയാണ് ഇറങ്ങി പോകുന്നത്. ഇതിപ്പോ അത്ര വലിയ കാടൊന്നും ആയിട്ട് പോകുന്നില്ല, ഇവിടെ ഫുള്ള് പ്ലെയിനാണ്. ഇങ്ങനെ നടവഴിയും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ കറക്റ്റാണല്ലോ, പോണ ലൊക്കേഷൻ കറക്റ്റാണ്. നേരെ പോവാന് ഇതുവരെ വന്നു. പിന്നെ നീ കുഞ്ഞ് പോലെ കാത്തുന്ന സമയം പിന്നെ കുറെ കഴിയാമല്ലേ, സമയമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇതെത്തുമെന്ന് പ്രതീക്ഷിക്കണം. കണ്ടിട്ട് എത്തും, നടവഴിയാണിത്. അത് കേൾക്കുന്നുണ്ടോ വാട്ടർഫാളിൻ്റെ സൗണ്ട്? നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വാട്ടർഫാളിൻ്റെ. നമ്മൾ അടുത്തെത്താനേ കേൾക്കണം, നല്ല സൗണ്ട് കേൾക്കണം. സമയം 6 മണിയായി. നമ്മൾ എപ്പോഴാണ് ഇറങ്ങി? 4:30 ആയിക്കണല്ലേ? 4:30 എപ്പോഴാണ് ഇറങ്ങി. പിന്നെ അവിടെ വട്ടം തിരിഞ്ഞ് നല്ല ഇരുട്ടും ഇത് ഫോഗായിട്ടേ ഭയങ്കര ഫാസ്റ്റിന് നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നല്ല വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പോയി നോക്കാം. എത്താനായിക്കണോ ഏകദേശം. ഞാൻ ഷൂ വന്നിട്ടിട്ടില്ല, നമ്മൾ ഫുൾ ട്രെക്കിംഗ് ഷൂവും ഫുൾ സെറ്റപ്പിലാണ് സുമോ. ജസ്റ്റ് ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല ആക്ച്വലി, സത്യം പറഞ്ഞാൽ. അല്ലല്ലോ സുമോ, ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇതുവരെ ഇല്ല. നമ്മൾ രാത്രി ആകുമ്പോൾ ഫോഗാകുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സംഭവം വലിയ വിഷയമൊന്നുമില്ല. ഇത് ഭയങ്കര കാടൊന്നുമില്ല. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ കാട്ടിൽ വഴി ഏറ്റവും എന്നൊക്കെ പറഞ്ഞു. ഇതായി മാത്രമുള്ള കാടൊന്നും പറയാനില്ല. ഇതുവരെ ഫുള്ള് പ്ലെയിന് ഇതാണ്, ഗ്രൗണ്ട് മാതിരിയുള്ള സ്ഥലം. ചെക്കന്മാർ ചോദിച്ചു, ഓല് ഇവിടെ ഉള്ള തന്നെ ഒക്കെ ഡോക്ടേഴ്സ് ആവുന്നല്ലേ, MBBS പഠിക്കുകയാണ്. ഓക്കെ, കോളേജ് സ്റ്റുഡൻസ് ആണ് ഓല്. പിന്നെ രാവിലെ 5 മണിക്കും പാട്ടിട്ട് ഡാൻസ് കളിച്ചാണ് ഓളെ പണികാരി. ഇവിടെ കുറച്ചൊരു തിക്ക് കാടുള്ള പോലെ സ്ഥലമാണ്. ഇതെന്തോ ഓറഞ്ചല്ല, ഓറഞ്ചിൻ്റെ മരന്മാരുണ്ട്, പക്ഷെ ഓറഞ്ചല്ല അത്. പക്ഷേ ഇങ്ങോട്ടിപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മളെ വരുന്ന ആരും കാണാനില്ല. ഞാൻ ഓൾറെഡി അവിടെ ആരെങ്കിലും എത്തിക്കണമെന്ന് അറിയില്ല അല്ലേ. ഇന്നാരും റൂട്ടിനിപ്പോൾ ആരും കണ്ടില്ല, ആ ചെക്കന്മാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. മാപ്പിൽ ഇങ്ങനെ ചുറ്റിട്ടാണ് കാണിക്കണേ അല്ലേ. കുറച്ച് നല്ല സൗണ്ട് കൂടിയിരിക്കണു, വാട്ടർഫാളിൻ്റെ സൗണ്ട് കൂടിയിരിക്കണു. എങ്ങോട്ടാണാവോ? 2 പേരുണ്ട്. അയ്യോ, എന്താ ഇതെനിക്ക് തോന്നുന്നു റിവറാണ് തോന്നുന്നു. ഈ റിവറിന് നേരെ ചാടണാന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ വാട്ടർഫാള്.
ഇത് റിവറാണ്. റിവർ ക്രോസിംഗ് വല്ലതും ഉണ്ടോ? ഇതുണ്ടോ? നമ്മൾ നിന്ന MTDC ഹോട്ടലാണ് കാണുന്നത്. സുമ്പ് ആ ഹോട്ടലാണ് കാണുന്നത്. നമ്മൾ നിന്നിന്ന് സ്റ്റേ അവിടുന്ന് ആക്ച്വലി ഇങ്ങോട്ടാണ്. നമ്മൾ ആദ്യം പോയത് അങ്ങോട്ടാണ്, പാരഡൈസ്. അങ്ങോട്ട് പാരഡൈസ് വാട്ടർഫാൾ കാണുന്നുണ്ട്. പക്ഷേ ഇനി ഈ സൈഡിൽ കൂടെ ഒരു വഴി കാണാൻ പോയാൽ നോക്കാം. അത് കൂടെ എന്തെങ്കിലുമൊക്കെ ഓക്കെ. ഓ എന്തടിപൊളി വ്യൂ ആണ് സുമു. ഇത് അവിടെയാണ് നമ്മൾ നേരത്തെ നിന്നിനെ. അവിടെ നമ്മൾ ആദ്യം കയറി നിന്നേ. പാരഡൈസ് വാട്ടർഫാൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പാരഡൈസ് വാട്ടർഫാൾ തോന്നുന്നുണ്ട്. ഒന്നും കൊണ്ടില്ലായിരുന്നു. ഇപ്പൊ വ്യൂ നോക്കിയേ എൻ്റെ സുമോ, അടിപൊളി വ്യൂ. അങ്ങോട്ട് നോക്കിയ വ്യൂ. അയ്യോ ആ ഗ്യാപ്പ് കണ്ടോ സുമു? ആ മലൻ്റെ ഗ്യാപ്പ് കണ്ടോ? അവിടെയാണ് കാളു വാട്ടർഫാൾ ഉള്ളത്. ആ ഗ്യാപ്പിൽ അവിടെയാണ് റിവേഴ്സ് വാട്ടർഫാളൊക്കെ ഉള്ളത്. എൻ്റെ പൊന്നോ, അടിപൊളി. ആക്ച്വലി ഇത് പാരഡൈസ് വാട്ടർഫോൾ ആണ് കേട്ടോ. അവിടുന്നാണ് ശരിക്കുള്ള വ്യൂ കിട്ടുക. നമ്മൾ ആദ്യം പോയത്, പക്ഷേ അപ്പോൾ നല്ല കോടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് പാരഡൈസ് വാട്ടർഫോൾ. ഇനി അവിടെയാണ് ആക്ച്വലി ഇത് വരുന്നത്, കാളു വാട്ടർഫാൾ വരുന്നത്. പക്ഷെ അവിടേക്ക് ഇനി നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് ടൈമും അധികം ഇല്ല. നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പിൽ കണ്ട വഴി വന്നിക്കണമെങ്കിൽ അവിടെ ആദ്യം എത്തിയിരുന്നു. ഒന്ന് നോക്കി നോക്കാം. നോക്കിയേ, നല്ല അടിപൊളി ഒരു സ്ഥലം, ഗ്രൗണ്ട്. ഒരു ഫുൾ ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രൗണ്ട്. എന്താ അടിപൊളിയാ. അതെന്താ പോത്താളാണ്? അല്ലല്ലേ, പാറാളാണ്. ഭയങ്കര അടിപൊളി ഫുൾ. അതാ DTDCൻ്റെ അല്ല MTDCൻ്റെ ഹോട്ടലാണ് കാണുന്നത്. ഇനി നമുക്ക് എങ്ങോട്ടാന്നാവും? അവിടെയാണ് കാലു വാട്ടർഫാൾ. സമയമാണെങ്കിൽ 7:30. അത് നോക്കിയാൽ അവിടെ ഇത് വരുന്നേ, വെയിൽ വരുന്നേ. എന്ത് അടിപൊളിയാണോ ഇത്. ഭയങ്കര അടിപൊളി സ്ഥലം, ഫുൾ ഗ്രീനിഷ്. വാ ഇതുകൂടെ പോയി നോക്കാം. അങ്ങോട്ടാണ് വാട്ടർഫാൾ വരുന്നത്. ഇനി നമുക്ക് ആ പാരഡൈസ് റിവറിൻ്റെ ആ റിവറും കൂടി ക്രോസ് ചെയ്താലേ അപ്പുറത്ത് കിടക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമ്മൾ മിക്കവാറും വൈകും. അടുത്ത ട്രെയിൻ നോക്കേണ്ടി വരും. രാത്രി ജനറൽ നോക്കേണ്ടി വരും. പക്ഷെ രാത്രി ജനറൽ നോക്കിയാൽ എത്തൂല. 12 ഷിഫ്റ്റ്, 1 മണിൻ്റെ ഷിഫ്റ്റിന് എത്തൂല. നോക്കി നോക്കാം. അപ്പോൾ അതാ ആ കാണുന്നതാണ് കാളു വാട്ടർഫാൾ അവിടെ. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഇപ്പം തന്നെ സമയം 8 മണിയായി. ഇനി നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പോകാൻ പറ്റും, പോയാൽ തന്നെ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും സമയം കുറയും. ഞങ്ങൾക്ക് വണ്ടി മിസ്സാവും ഉറപ്പാണ്. എന്താ കേട്ടാ, ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടതാ, തൊട്ടടുത്ത് വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. നല്ല സങ്കടമുണ്ട്. ഇത്രയും വന്നിട്ട് ഇനി എന്നാ അങ്ങോട്ട് വരാമെന്നാവും. പക്ഷെ എന്തായാലും വരും. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കാണും. ഇന്ന് നമ്മൾ കാണണമെന്ന് കരുതിയാൽ ഇവിടുന്ന്, പിന്നെ നമ്മൾ താഴത്തുനിന്ന് കാരണം കണ്ട്. പക്ഷേ രണ്ടും നമ്മൾ കാണും. ഇവിടെ വരും, എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ വരും. നമുക്ക് വരാം, ടെൻ്റൊക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് ഇവിടെയും വരും. ഇതിൻ്റെ താഴത്തെ വ്യൂ നമ്മൾ കാണാൻ വരും. ഇതുവരെ ഓടി വന്നതേനു, മിസ്സായി. കണ്ടില്ല അവിടെ ആൾക്കാരുണ്ടോ? ആൾക്കാരവിടെ നിന്ന് വ്യൂ ആസ്വദിക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ പാരഡൈസ് വാട്ടർഫാളാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. സങ്കടം നല്ലതുണ്ട്. വരുന്ന വഴിയൊക്കെ നല്ല രസമുള്ള വഴിയാണ്. ഞങ്ങളിങ്ങോട്ട് ഓടിക്കയച്ച് വന്നതാണ്, ഓടിക്കയച്ച്. ഇപ്പോൾ എത്തിയില്ല. ഇനി അങ്ങനെ ശരിക്കും ഇനി അങ്ങനെ ചുറ്റി അതാ
അതാണ് ശരിക്കുള്ള റൂട്ട്. കാണിച്ചു തരാം. ഇതുകൂടി ഞങ്ങളിപ്പോൾ അതുകൂടി നിന്ന് ഇതിപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ ചുറ്റി അതിലെങ്ങനെ വരണം. ആയിക്കോട്ടെ ശരിക്കും വലിയ ട്രക്ക് ചെയ്യാനൊന്നുമില്ല. ഫുള്ള് നോർമൽ ഗ്രീനിഷ് പുല്ലാണ്, ഫുള്ള് പുൽമേടാണ്. ആയിക്കൂടെ എങ്ങനെ ചെന്നാൽ അവിടെ എത്തിയാണ്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. നമ്മൾ ഒന്നും കൂടി പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കിയിട്ട് കറക്റ്റ് 10:30 അവിടെ റൂമിലെത്താൻ പറ്റിയാൽ ഞങ്ങൾക്ക് ട്രെയിനിന് സുഖമായിട്ട് പോകാൻ പറ്റും. കിട്ടുമെന്ന് കരുതുന്നു. ബസ്സും കറക്റ്റ് ടൈമിൽ കിട്ടിയ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ട്രൈ ആക്കാമെന്ന് വെച്ചു. ഇതാണ് ഇത് പോണ വഴിക്കുള്ള ഒരു ലേക്കാണ്, ചെറിയൊരു ലേക്ക്. ഞങ്ങൾ ഈ ലേക്കിൻ്റെ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ വഴിയുണ്ട്, ഇങ്ങനെ പോയാൽ അങ്ങോട്ടാണ് ലേക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഫീലാട്ടോ, അഡ്വഞ്ചറാണ്, ഭയങ്കര അഡ്വഞ്ചർ ട്രക്ക് തന്നെയാണിത്, ഒന്നും പറയാലോ. ആയിക്കോട്ടോ, ഏകദേശം അടുത്തെത്തി നമ്മൾ. ഇതാണ് കറക്റ്റ് റൂട്ട്. ഇപ്പോഴാണ് കറക്റ്റ് കിട്ടിയത്. എന്തൊരു അടിപൊളിയാണ് നോക്കിയ സ്ഥലം. അയ്യോ ഭയങ്കര അടിപൊളി സ്ഥലം. അവിടെ നോക്കാം സുമു, എന്താ അടിപൊളിയാ. അവിടെ കണ്ടോ, അവിടെയാണ് കറക്റ്റ് സ്പോട്ട്. അവിടെയാണ് എത്തണ്ടേ. ഇനി അവിടേക്ക് എത്തണം. ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് അവിടെ എത്തണം. ആ പിൻ പോയിൻ്റ് ഉണ്ടോ, ആ മലേൻ്റെ തൊട്ട് താഴെ. ഭയങ്കര അടിപൊളി കാഴ്ചയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ടൈം എടുത്ത് വരണം, ടൈം എടുത്ത് കാണേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം, അപ്പോഴതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പക്ഷെ നമ്മളിത് ഭയങ്കര ഹറിബറിയിൽ തീർക്കുകയാണ്. പക്ഷെ നമ്മൾ കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. ഇതുവരെ വന്നിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. നമ്മൾ കുറേ ടൈം വേസ്റ്റാക്കിയാണ്, കുറേ ടൈം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ഒരു വഴിയൊക്കെ ആകെ തെറ്റി. നമ്മൾ ഗൂഗിൾ മാപ്പ് പിന്നെ എടുത്ത് നോക്കിയതുമില്ല, ആകെ തെറ്റി. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. ഇനി അങ്ങോട്ടും ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെയാണ് മെയിൻ ഇതാ ഫാള് വരുന്നത്. വാട്ടർഫാള് വരുന്നത് ഇവിടെയാണ്. കാളു റിവറാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഒന്നങ്ങോട്ട് ക്രോസ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് കയറിയതാണ്. കാളു റിവറൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ. ഇതാണ് വരുന്നത്. ആ മുകളിലൊക്കെ ആൾക്കാരുണ്ട്, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ വ്യൂ ആണ്. അത് റിവേഴ്സ് വാട്ടർഫാളാണ് തോന്നുന്നുണ്ട് അവിടെ. അതിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെ നോക്കിയ സുമ ആൾക്കാർ നിൽക്കണമൊക്കെ അവിടെ ഉണ്ടോ? അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കട ഉണ്ടാവും, മാഗി ഉണ്ടാവും, മാഗിയോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് കാളു വാട്ടർഫാൾ വരുന്നത്. കണ്ടോ, അവിടെയാണ് റിവേഴ്സ് വാട്ടർഫാൾ പോകുന്നുണ്ട് ആ മുകളിൽ. അങ്ങോട്ടാണ് ഞങ്ങൾ ഇതുകൂടി കയറി അങ്ങോട്ട് പോകാൻ നോക്കി. ഞങ്ങൾ മാറിയാണ്ട് കാളുവിൻ്റെ മുകളിലാണ് റിവേഴ്സ് വാട്ടർഫാൾ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഒന്ന് അങ്ങോട്ട് കയറി ഒന്ന് ഇങ്ങോട്ട് കയറിയിരുന്നു. കാളു റിവർ വെറുതെ കുറേ സമയം ഞങ്ങൾ കളഞ്ഞു. അവസാനം ഞങ്ങളിതെത്തി. ഭയങ്കര അടിപൊളിയായിട്ടത്, ഭയങ്കര അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. ഉണ്ട് വാട്ടർഫാൾ കാണാനായിട്ടില്ല. വാട്ടർഫാൾ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, അവിടെ നിന്നാണ് കാണാൻ പറ്റുക നല്ല വ്യൂ. അതല്ല കാളു, ഇതാണ് ഇവിടെയാണ്, ഇവിടെ ഈ ചാടിന്. അത് കാളല്ല, അത് വേറെ ഏതോ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അതേ ആ കാണാനാണ് അടിഭാഗത്തു നിന്നുള്ള വഴി. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് റിവർ ക്രോസ് ചെയ്ത് വരണം. അവിടെ ക്യാമ്പുകളെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നോക്കി കേട്ടോ, കല്ലൂറിൽ ക്യാമ്പുകളെ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് നോക്കി, കറക്റ്റ് ജുറാസിക് പാർക്ക് പോയ പോലെയാണിത്. കണ്ടോ, ഇത് മിസ്സാക്കിയെന്നെങ്കിൽ യെസ്, ഇതാണ് വാട്ടർഫാള്. ഓക്കെ, ജുറാസിക് പാർക്ക് പോയ പോലെയാണിത്. അങ്ങനത്തെ ലെവലാണിത്. ഇതുണ്ടോ, താഴെ കണ്ടോ ചെറിയ വേറെ ഫാളുണ്ട്. ഇവിടെയാണ് കാളു വാട്ടർഫാൾ വരുന്നത്. ഇതിങ്ങനെ തട്ടായിട്ട് പോവാണ്. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ആ മറ്റേ
ട്രക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നാണ് വാട്ടർഫാൾ. അത് വേറെ വ്യൂ ആയിരിക്കും. അതിൻ്റെ താഴത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ തട്ടായിട്ട് ഇങ്ങനെ വരുന്ന വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാവും അല്ലേ? അത് അടിപൊളിയാവും ആ വാട്ടർഫാളിൻ്റെ വ്യൂ. അത് നമ്മൾ അടുത്തേക്ക് വരും. എൻ്റെ ബൈക്ക് വ്യൂ പോയിന്റ് അവിടെയാണ്. ആ അത് വേറെ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് അവിടെ. വ്യൂ പോയിന്റ് വേണമെങ്കിൽ ഇതുകൂടി പോകാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ല. ഇനി വേറെ ആവും. ഓക്കെ, ചെറുതായിട്ട് മാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ശരിക്കും കാളു വാട്ടർഫാളിൻ്റെ ശരിക്കുള്ള വ്യൂ കറക്റ്റ് ഇവിടുന്നാണ് കിട്ടുക. ആൾക്കാരൊക്കെ കണ്ടോ, അതാണ് കറക്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലം. ശരി, വാട്ടർഫാൾ ഇതാ ഈ കാണുന്നത് തന്നെയാണ്. ഇവിടുന്ന് തട്ടായിട്ട് ചാടിനാണ്. പക്ഷേ വ്യൂ അവിടെ നിന്നാണ് കിട്ടുക. അത് നമുക്ക് എന്തായാലും മിസ്. അവിടേക്ക് എന്തായാലും നമുക്ക് അവിടുന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് തന്നെ വേണം. അവിടുന്ന് നമുക്ക് അത്രയും മുകളിലേക്ക് സമയം കുറേ പിടിക്കും. നല്ല സമയം എടുക്കുന്നുണ്ട്, നടക്കൂല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് കാണാം. കാളു വാട്ടർഫാൾ എന്തായാലും ടച്ച് ചെയ്തു. ഇതാണ് കാളു വാട്ടർഫാൾ. ഇതാണ് കാളു റിവർ താഴെ കാണുന്നത്. സവർണ വാട്ടർഫാൾ ഏതാണെന്ന് അറിയില്ല. ആ കാണുന്നതാണ് തിപ്തി വില്ലേജ് എന്ന് പറഞ്ഞ സാധനം. അതല്ല, അവിടെ കാണുന്നത് അവിടെ, അതാണ് തോന്നുന്ന സവർണ. ആ കാണുന്ന സവർണ അവിടെ നിന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് ഈ ഇവിടേക്ക് എന്തായാലും പിന്നെ താഴത്തേക്ക് ഈ ഗട്ട്സ് എന്നല്ല, അടിപൊളിയാണ്. വ്യൂ പോയിന്റ് എന്നല്ല നമ്മൾ കണ്ടത്. ഇതാണ് കാളു. ശരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. വാട്ടർഫാളിൻ്റെ ശരിക്കുള്ള വ്യൂ അവിടുന്ന് കാണാൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല സുമോ. പക്ഷെ അടുത്തിൽ നമുക്ക് കാണും. അത് ശരിക്കുള്ള താഴത്തുനിന്നുള്ള അടിപൊളി വ്യൂ തന്നെ കാണും. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും വരും. ഒരു 3-4 ദിവസം ഇവിടെ തന്നെ കവർ ചെയ്ത് ഉള്ള വരവ് വരും. അതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നല്ല പൂതിയുണ്ട്. അവിടുന്ന് ആൾക്കാർ നോക്കി കാണുമ്പോൾ അവർക്ക് നല്ല അൽഹംദുലില്ലാ തന്നെ കിട്ടി. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും വിട്ടു കൊടുക്കില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇനിയും വരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ്? കുറേ ചിരിച്ചില്ലേ? കുറേ ചിരിച്ചു, കുറേ സങ്കടം ഉണ്ടായി, കുറേ എല്ലാം നമുക്ക് കിട്ടി. സങ്കടം, പിന്നെന്താ സന്തോഷം, എല്ലാം കിട്ടി. പിന്നെ ആകെ ഹറിബറി പേടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ. ആകെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മള് കറക്റ്റ് റൂട്ട് വന്നപ്പോ നമ്മള് എത്ര പെട്ടെന്ന് ആകെ 1 മണിക്കൂറൊക്കെ തയ്ച്ചായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്താനായി, MTDCന്റെ അവിടെ എത്താനായി. പിന്നെ ആകെ ഒത്തപ്പാട് അരിച്ചാണ്ടായി. ആകെ കുറേ ഏതെങ്കിലും ഇതിന്റെ പുല്ലിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ടോ. എന്നിട്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ടോ, അങ്ങനത്തെ സാധനത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. എന്നിട്ട് അതോ മാറി ഇവിടെ ഇങ്ങനെ കാണും. പക്ഷെ നമുക്ക് ആകെ തിരിയും, കാട്ടിൻ്റെ ഉള്ളിൽ കയറിയല്ലേ, ആകെ വഴിയെ തിരിയും, തല തിരിയും നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ. അങ്ങനെ അവസാനം ഉള്ളത് കണ്ടു പോന്നു. പക്ഷെ നമ്മള് അടിപൊളിയാണ്. നമുക്ക് നല്ല ഗ്രീനറിയും സീനറിയും ഫുള്ള് വ്യൂസും കിട്ടും. ഇനി നമ്മള് അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറൂലേ? അതിന്റെ മുകളിലേക്ക് പോകാൻ കുറച്ച് ഹെവി ഫോറസ്റ്റ് ട്രക്ക് ചെയ്യണമെന്നാണ് ഞങ്ങൾ. പിന്നെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചത്. കുഴപ്പമൊന്നുമില്ല, നമ്മള് ചോദിച്ചിട്ടില്ല. നമുക്ക് ഫോറസ്റ്റ് കയറാനുണ്ട്, നല്ലൊരു ഫോറസ്റ്റ് കയറാനുണ്ട് എന്ന് പറഞ്ഞു. അത് കയറിയിട്ടാണ് നമ്മൾ കറക്റ്റ് ഗൂഗിൾ നോക്കി പോയെന്നെങ്കിൽ കിട്ടിയിരുന്നു അല്ലേ? പിന്നെ റേഞ്ചും ഇല്ലായിരുന്നു, ചാർജും ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്തല്ലേ? ഞങ്ങൾക്ക് ട്രെയിനുണ്ട്, ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ പോവും. നാളെ ഡ്യൂട്ടിക്ക് കയറണം. നല്ല ക്ഷീണമുണ്ട്, ട്രെയിനിൽ കയറുന്നിട്ട് ഉറക്കം ഇറങ്ങണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും, എന്തായാലും പോകും. അടുത്ത വീക്ക് ഓഫിൽ എങ്ങോട്ടെങ്കിലും പോകും. ഓക്കെ, അപ്പോൾ അടുത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.